ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ബൈബിൾ സ്റ്റഡി സീരീസിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ ദൈവം നമ്മെ കൂട്ടിച്ചേർത്തു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന ഈ അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. റിയലി താങ്ക് ദ ലോർഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രിവിലേജ് ടു ഷെയർ വിത്ത് യു വാട്ട് ദ ലോർഡ് ഹാസ് ലെയ്ഡ് ഇൻ മൈ ഹാർട്ട്. ലേബറിങ് ടുഗെദർ വിത്ത് ദ ലോർഡ്, അതാണ് നമ്മുടെ തീം. ദൈവം ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ പ്രവർത്തനത്തിൽ നമ്മയും ചേർന്ന് പ്രവർത്തിക്കുവാൻ, അവനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം വിളിക്കുന്നു എന്ന ഒരു ആശയമാണ് നാം ചിന്തിച്ച് തുടങ്ങിയത്. ഇന്നലെ രാത്രി പഴയ നിയമത്തിൽ കർത്താവിനോട് കൂടെ ചേർന്ന്, ദൈവത്തിനോട് കൂടെ ചേർന്ന് ദൈവം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട മോശേനെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി, നെഹെമ്യാവിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി, അതുപോലെ തന്നെയും മൊർദെഖായി, എസ്തർ, ഇവരൊക്കെയും ഒരേ വിളി ലഭിച്ചവരല്ല, ഒരേപോലെ ഉള്ള വേല ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. They all had different callings and they all served in different ways. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നാം ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മയും ഈ കാലഘട്ടത്തിൽ തൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള വിളി ദൈവം നമുക്കും നൽകുന്നുണ്ട്. The reason why we are considering this theme is, even today, the Lord is at work. The Lord's mission still goes on, and He wants us to work along with Him. We live in a world where there are so many needs. And when I say needs, we are talking about kingdom needs. ദൈവരാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. ആകയാൽ ദൈവം തൻ്റെ ജനത്തോട് പറയാനുള്ള കാര്യങ്ങൾ, നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ, തൻ്റെ ആവശ്യങ്ങൾ, തൻ്റെ മനസ്സ് തുറന്ന് നമ്മളോട് പറയുവാൻ ഒരു അവസരം നാം ഉണ്ടാക്കി കൊടുക്കുക. ലേബറിങ് ടുഗെദർ വിത്ത് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുവാനുള്ള ഒരു ആശയത്തിലോട്ട് വരുന്നതിന് വേണ്ടി ആദ്യം ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 2. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വായിച്ച് കേൾപ്പിച്ച വേദഭാഗം നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ്. വെരി ഫെമിലിയർ പാസേജ്. When the Lord first revealed Himself to Abraham, He made a promise to him. ഒരു വാഗ്ദാനം ദൈവം അബ്രഹാമിന് നൽകി. That was, I will bless you. It had many dimensions, of course, but the bottom line is, I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അത് പറയുന്ന അതേ സമയം ദൈവം വേറൊരു കാര്യം കൂടെ അബ്രഹാം മനസ്സിലാക്കുവാൻ വേണ്ടി എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. I am blessing you so that you may become a blessing. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, കാരണം നീ അനേകർക്കൊരു അനുഗ്രഹ പാത്രമായി ആയിത്തീരണം. Blessed to be a blessing. I think for a child of God, ഇതിൽ പരം ഒരു വലിയ കാഴ്ചപ്പാട് ഉണ്ടാകാൻ സാധ്യതയില്ല. Okay, I am blessed by God so that I can be a blessing to others. ഒരുപക്ഷെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നാം ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുമ്പോൾ, ആ അനുഗ്രഹം ദൈവം വാഗ്ദാനം നൽകുമ്പോൾ തന്നെയും ദൈവം നമ്മെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, that it is not just for you, it is not just for your family,
ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്. ഒരുപക്ഷെ നാം ചിന്തിക്കുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. There are so many blessings that we have already received from His hands. ഒരുപക്ഷെ ദൈവം നമുക്ക് തരാത്ത ചില കാര്യങ്ങളുണ്ടാകും. അത് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏത് സമയത്തിലും ചില പോരായ്മകളും ചില ആവശ്യങ്ങൾ, നിറവേറാതെ ആവശ്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. But at the same time, if we all take a deeper look at how much the Lord has already blessed us, that will really make us think. ഒരുപക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മൾ തന്നെയും നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ, ദൈവം നമുക്ക് എത്രയോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ദൈവം എത്രയോ ഓപ്പർച്യൂണിറ്റീസ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ദൈവം വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്. നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. The Lord has actually given us spiritual gifts. ആത്മീയ വരങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയും ദൈവം നമുക്ക് സമയം നൽകിയിട്ടുണ്ട്. We often talk about a lot of things. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ദൈവം നമുക്ക് സമയം അതുകൊണ്ടാണ് we are still alive. ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദിവസം കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് നൽകിയ ഒരു സമയമാണ്. ആകയാൽ ഈവൻ ടൈം ഇസ് എ ബ്ലെസ്സിങ് വി ഹാവ് റിസീവ്ഡ് ഫ്രം ഗോഡ്സ് ഹാൻഡ്. അതുപോലെ തന്നെയും സമ്പത്ത് ദൈവം നൽകിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില പോരായ്മകളും കുറവുകളൊക്കെ കാണാം. എന്നാൽ തന്നെയും God has given us wealth, money and lot of other influences. ഇതൊക്കെയും ദൈവം എന്തുകൊണ്ടാണ് നമുക്ക് നൽകിയത് എന്നുള്ള ചോദ്യം നാം ചിന്തിക്കുവാണെങ്കിൽ നാം സന്തോഷിക്കുവാൻ വേണ്ടിയാണ്. അതിൽ ഒരു സംശയം വേണ്ട. ദൈവം നമുക്ക് അനുഗ്രഹം നൽകിയത് നാം സന്തോഷിക്കുവാനും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ ലോക ജീവിതം നന്നായിട്ട് ജീവിപ്പാനും കൂടെയാണ്. എന്നാൽ അത് മാത്രമല്ല, it is not only for our own enjoyment, but God has given us these blessings so that we could become a blessing to others. ഇന്ന് രാത്രി സമയം I want to bring before you a New Testament character. പുതിയ നിയമത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വരച്ച് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി തൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ദൈവം ഏത് രീതിയിൽ അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കും എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി I want to talk about Philip the evangelist. ഫിലിപ്പിനെ കുറിച്ച് വേദപുസ്തകം നമുക്ക് പറയുന്ന ചില കാര്യങ്ങൾ ചേർന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. He was a blessing throughout his life. തൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ കൂടെ ഫിലിപ്പ് കടന്നു പോകേണ്ട വന്നു. എന്നാൽ ഫിലിപ്പിൻ്റെ ജീവിതത്തിൽ വരയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, wherever the Lord took him, wherever the Lord placed him, one thing that is very, very clear is he was a blessing. He was a blessing to the people. He was a blessing to the church. He was a blessing to the place where God had planted him. പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെ കൂടെ ചേർന്ന് ആദ്യമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം നമുക്കൊന്ന് വേദപുസ്തകത്തിൽ തുറന്ന് വെച്ച് ചില വാക്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് വായിക്കാം. ആദ്യമായിട്ട് ഫിലിപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിലാണ്. അതിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞ് ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, the church was expanding. Each day new believers were being added into the church. ദൈവം മഹാപ്രവൃത്തിയാണ് ആ കാലഘട്ടങ്ങളിൽ യെരുശലേമിൽ ചെയ്തുകൊണ്ടിരുന്നത്.
ദ ഡിസൈപ്പിൾസ് മൾട്ടിപ്ലൈഡ് ഇൻ നമ്പർ എന്നാണ് ഈ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവം ഈ ഇത്രയും വലിയ പ്രവൃത്തി ചെയ്യുന്ന ആ സാഹചര്യത്തിൽ ആ യെരുശലേം സഭയിൽ ഒരു വലിയ ആവശ്യം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ആവശ്യം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആദിമ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, 3, 4-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളിൽ തന്നെയും പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. The church was a blessing to so many people. സഭ എന്ന് പറയുന്നത്, സ്ഥല സഭ എന്ന് പറയുന്നത് ആയിരങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ തന്നെയും യെരുശലേമിൽ പണം ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. There were rich people. There were people who were very influential who were part of the church. But the church also had members who were from very low social economical backgrounds. എന്നാൽ ആദിമ സഭ കരുതുന്ന ഒരു സഭയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദിമ സഭയുടെ കൊയിനോണിയ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ അവർ തമ്മിൽ എന്തുണ്ടായിരുന്നു? അന്യോന്യമുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ വേർഡ് കൊയിനോണിയ. ആ വാക്കിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഷെയറിങ്. പ്രിയപ്പെട്ടവരെ, ആദിമ സഭയുടെ ഒരു കാഴ്ചപ്പാടിൽ അവരുടെ ഒരു ഗോൾ ഇതുമായിരുന്നു: നമ്മുടെ ഇടയിൽ ആവശ്യക്കാർ ആരും ഇല്ലാത്ത രീതിയിൽ എല്ലാവരെയും കരുതുവാനുള്ള മനസ്സ് നമുക്ക് വേണം. They had this fellowship goal. There shouldn't be anyone among us who is in basic need. അതുകൊണ്ട് എന്താണ് 6-ാം അധ്യായം വരുമ്പോൾ ഈ സഭ അന്നുണ്ടായിരുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി, ഒരു പക്ഷേ അന്ന് കഴിക്കുവാൻ മാർഗമില്ലാത്തവർക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി സഭ ദിവസവും അവർക്ക് വേണ്ടി ശാപ്പാട് നൽകിയിട്ടുണ്ടായിരുന്നു. എ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം as part of the early church, a church that wanted the world to know that we are a caring community. We are not like other people. We are not like the selfish world around us. We care for one another. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രവൃത്തി. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു ആവശ്യം വരുന്നു. എന്താണ് ആവശ്യം? 6-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെയും അത് നമുക്ക് മനസ്സിലാകും. നമുക്കൊരു 2-ാം വാക്യം തൊട്ട് വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ പ്രവൃത്തികൾ 6-ാം അധ്യായം. We are in Acts chapter 6 and we are going to read from verse 2. 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം തൊട്ട് വായിക്കുക. ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞു നല്ല സാക്ഷ്യങ്ങളായ 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞുകൊണ്ട് അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിന് ഒക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോറോസ്, നിക്കാനോർ, തിമോൻ, പർമെനോസ്, യഹൂദ മതാനുസാരിയായ അന്തോഖ്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിരുന്നു. ആദിമ സഭയെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഫിലിപ്പിൻ്റെ ജീവിതം പഠിക്കുകയാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലേബറിങ് വിത്ത് ദ ലോർഡ് ഇസ് എ ടീം വർക്ക്. കർത്താവിനോട് കൂടെ ചേർന്ന് ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് എപ്പോഴും നാം ഒന്നിച്ചാണ്. കാരണം നമുക്കറിയാം, ഇവിടെ അപ്പോസ്തലന്മാർ ഇങ്ങനെയാണ് ചിന്തിച്ചത്: നമ്മളെ കൊണ്ട് എല്ലാ
എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതിനുള്ള സമയമില്ല. അതുമാത്രമല്ല, നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേക വിളി എന്ന് പറയുന്നത്, പ്രത്യേക ശുശ്രൂഷ എന്ന് പറയുന്നത്, ദൈവവചനം അത് ജനത്തിനെ അറിയിക്കുക എന്നുള്ളതും പ്രാർത്ഥനയിൽ അധിക നേരം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഇത് നമുക്ക് തന്നെ ചെയ്യേണ്ട ഈ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഒരു ചിലരെ നമുക്ക് സഭയിൽ നിന്ന് ആവശ്യപ്പെട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ എന്താണെന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ we need to identify what our spiritual gifts are, what our talents are, what our skills are, so that we will be able to yield our lives and focus on what the Lord has entrusted into our hands. 1 Corinthians 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാം വാക്യം തുടങ്ങി വായിച്ചു നോക്കിയാൽ കൃപാവരങ്ങളിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ശുശ്രൂഷകളിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. പ്രവർത്തനങ്ങളിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ദൈവം ഒരേ ശുശ്രൂഷ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വ്യക്തത നമുക്ക് ഇല്ലെങ്കിൽ ഒന്നിച്ച് ചേർന്ന് ദൈവകാര്യങ്ങളിൽ നമുക്ക് ഈടുപെടുവാൻ ആകത്തില്ല. പലപ്പോഴും ഞാൻ പറയട്ടെ, പല സ്ഥലങ്ങളിലും ഈ ഒരു വ്യക്തത ഇല്ലാത്തതും കൊണ്ടാണ് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. ഇൻ മെനി പ്ലേസസ്, you know what? There is so much of strife in the churches. There is so much of confusion and conflicts in the local assemblies because the people there, they don't know what their spiritual gifts are. അത് മാത്രമല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ചിന്താഗതിയും പലപ്പോഴും നമ്മുടെ ഇടയ്ക്ക് എന്താ ഉണ്ട്. ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, ചില സ്ഥലങ്ങളിലൊക്കെയും ദൈവം തന്നിരിക്കുന്ന, മറ്റവർക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടാതെ പോകാനുള്ള കാരണം ഒരു ചിലർ മാത്രം എല്ലാം ഞങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ എന്നുള്ള ചിന്തയും കൊണ്ട് അവിടെ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവവേല എന്ന് പറയുന്നത് ഒരു ഐക്യതയോടെ, പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ഐക്യതയോട് കൂടെ ഒന്നിച്ച് ചേർന്ന് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. ഇവിടെ തന്നെ ചിന്തിച്ച് നോക്കിയേ, ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഇപ്പോഴും ആയിരങ്ങളുള്ള ഒരു സഭയിൽ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ അപ്പോസ്തലന്മാർ ജനത്തോട് പറഞ്ഞത്? നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, 7 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവരിക. ആയിരങ്ങളുള്ള സഭയാണ്. Not only there were thousands of people, remember, they were not all from the same category. At least we know there were 2 major categories. One, Hebraic Jews, meaning those who were born and raised in the same land. Mattonne, Hellenistic Jews, people who were born elsewhere but they are Hebrews. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളൊക്കെയും ഉള്ള ആ സഭയിൽ ഈ അപ്പോസ്തലന്മാർ പറഞ്ഞു, യു ചൂസ്. യു നോ വാട്ട് കോൺഫിഡൻസ് ദാറ്റ് ഈസ്. അത് മാത്രമല്ല, ഇവര് അപ്പോസ്തലന്മാർ ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറഞ്ഞു. എന്താണെന്നറിയോ? നിങ്ങൾ 7 പേരെ അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഉറപ്പാക്കണം. എന്താണെന്നറിയോ? അവർ പറഞ്ഞു, they should be people who are full of the Holy Spirit and wisdom and people who have good reputation. ഞാൻ പറയട്ടെ, ഇത് ദൈവവേലയാണ്. ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷ ആണ്. അത് ലോക്കൽ അസംബ്ലിയിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു മേഖലയിൽ കർത്താവിൻ്റെ ഒരു വേല ചെയ്യുന്നതായാലും ആ ദൈവവേല ചെയ്യുവാൻ
പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള മനുഷ്യരില്ലെങ്കിൽ ആ ശുശ്രൂഷ തന്നെയും പലപ്പോഴും ദൈവനാമ മഹത്വത്തിനു വേണ്ടിയല്ല, ദൈവനാമ ദൂഷണത്തിന് കാരണമായി തീരും. So they said, make sure that the people are full of the Holy Spirit. പരിശുദ്ധാത്മാവ് നടത്തുന്ന ആൾക്കാരായി തീരണം. അത് മാത്രമല്ല, അവർക്ക് വിവേകം വേണം. കൂടെ ചേർന്ന് പറഞ്ഞു, സാക്ഷിയുള്ള ജീവിതമുള്ള 7 പേരെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? തെരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഒരു ഐക്യത പറയട്ടെ. ആയിരങ്ങളുടെ ഇടയിൽ നിന്ന് 7 പേരെ ചൂസ് ചെയ്ത് കൊണ്ടുപോയി അപ്പോസ്തലന്മാരുടെ അടുത്ത് നിർത്തിയപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞില്ല, ഇവനെ വേണ്ട ഞങ്ങൾക്ക്, ഈ വ്യക്തിയെ ഞങ്ങൾക്ക് വേണ്ട, ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയല്ല എന്നൊന്നും അപ്പോസ്തലന്മാർ പറഞ്ഞില്ല. അതിനു പകരം ആ 7 പേരെയും അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷ ഏൽപ്പിച്ചു. വാട്ട് ആൻ അമേസിങ് പിക്ചർ ദാറ്റ് ഈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ, ഒമാനിലുള്ള ഒരു സഭയെക്കുറിച്ചും എനിക്കറിയത്തില്ല, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സഭകളിൽ ഈ ഒരു വലിയ ആഗ്രഹം വേണം. ആദ്യം ആഗ്രഹമുണ്ടാകണം. എന്താഗ്രഹം? നമ്മുടെ സഭ പരിശുദ്ധാത്മാവ് ഭരിക്കുന്ന ഒരു സഭയായി തീരണം. It should be a church where the Holy Spirit takes control. The Holy Spirit takes control. How does that happen? When every individual yields themselves to the Holy Spirit, to the leading of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിയന്ത്രണത്തിന് വ്യക്തിപരമായിട്ട് നാം എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴുണ്ടല്ലോ, അവിടെ വരുന്നതാണ് ഈ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അവിടെ വിടുവാണ്. ആ 7 പേരിൽ 2ാമത് പേരായിട്ട് വരുന്നതാണ് ആര്? ഫിലിപ്പ്. ഞാൻ ഇങ്ങനെ വന്ന് ചിന്തിക്കുമായിരുന്നു, ഈ 1000 പേരൊക്കെ ഉള്ള സഭയിൽ എങ്ങനെയാണ് ഇത്രയും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ 7 പേരാക്കി എടുക്കുന്നത്? അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, ബട്ട് ദിസ് ഇസ് മൈ sanctified imagination, and this is how I think. You know what could have happened? The apostles set the criteria. ഏത് രീതിയിലുള്ള ആൾക്കാരെ നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിന്തിക്കണം എന്നുള്ളത് അപ്പോസ്തലന്മാർ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ സഭയിൽ ഉണ്ടായിരുന്ന ചിലർ, അപ്പോൾ അവരുടെ ഇടയിൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കാണും, പ്രാർത്ഥിച്ച് കാണും. ആരാണ് ഈ ശുശ്രൂഷയ്ക്ക് നാം ഏൽപ്പിക്കുവാൻ ദൈവനിയോഗം ലഭിച്ചവർ? അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ ഉള്ള ആ ആത്മീയ ഗുണങ്ങളുള്ളത് ആരൊക്കെയാന്ന് പറഞ്ഞ് അവർ തമ്മിലൊക്കെയും സംസാരിച്ച്, ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുക, പലരോടും പോയി ചോദിച്ചു കാണും, സഹോദര, നമ്മുടെ സഭയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയുടെ ആവശ്യമുണ്ടല്ലോ. എന്താ ആവശ്യം? ഇപ്പം ആ വിധവന്മാരുടെ ഇടയിൽ എന്തു വന്നു? കംപ്ലൈൻറ്റ് വന്നു. ചില വിധവകളുടെ ഇടയിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നു, ഞങ്ങൾ ശരിക്കും പരിഹരിക്കപ്പെടുന്നില്ല, ഞങ്ങൾക്ക് ശരിക്കും ഒരു പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫുഡൊന്നും കിട്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ പറഞ്ഞത്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉചിതമായ നിലയിൽ ഈ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടി അവിടെ to oversee the tables, to assist the apostles, to oversee the tables, so that the widows are happy, the apostles are happy, the church keeps growing. അതിനു വേണ്ടി 7 പേര്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയുന്നതൊന്നും ആരും ഒന്നും ചിന്തിക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവർ ചോദിച്ചത് എന്തോ പറഞ്ഞാൽ വോളണ്ടിയേഴ്സ് ഉണ്ടോ?
വോളണ്ടിയേഴ്സ് ഉണ്ടോ? ഇവിടെ ഒരു ആവശ്യമുണ്ട്, ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള ആവശ്യമുണ്ട്. ശുശ്രൂഷ എന്താന്നുള്ളത് അവർക്കറിയാം. ഈ വിധവകൾ അവരുടെ ദുഃഖം ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോസ്തലന്മാർക്ക് ഇതൊരു തലവേദനയായി തീരാതെ വണ്ണം ഇരിക്കുവാൻ വേണ്ടി നിയന്ത്രിക്കുക. അത് മാത്രമല്ല, ഇത് ചെയ്യാനുള്ള മനസ്സ് വേണം. ഇത് ചെയ്യാനുള്ള സ്വന്തമായ മനസ്സ് വേണം. വോളണ്ടിയേഴ്സാണ് അവർ അന്വേഷിക്കുന്നത്. ഈ റെസ്പോൺസിബിളായ ഒരു ടാസ്ക് ചെയ്തു തീർക്കുവാൻ. അതുകൊണ്ട് സഭയ്ക്ക് ഒരു മുടക്കം വരാതെ, സഭയിൽ അപ്പോസ്തലന്മാർ ചെയ്യുന്ന മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സവും വരാതെ സഭ മുമ്പോട്ട് പോകുവാൻ ഒരു ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും വോളണ്ടിയേഴ്സ് ഉണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, പലരോട് ചോദിച്ചു കാണും. ചിലർ പറഞ്ഞു കാണും, നമ്മളെ കൊണ്ട് ഇതാകത്തില്ല, നമുക്ക് ഈ തലവേദന വേണ്ട. എനിക്ക് ഉള്ള തലവേദനയും മതി, അല്ലേ? എനിക്ക് ഉള്ള തലവേദന മതി, ഇതിൽ കൂടുതൽ എന്തുവാ? വേറൊരു കാര്യം കൂടെ ഏറ്റെടുത്ത് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പലരും പറഞ്ഞു കാണും, എനിക്ക് എൻ്റെ കുടുംബത്തിലെ ജോലി തന്നെ ചെയ്യാൻ എനിക്ക് സമയമില്ല. ചിലർ പറഞ്ഞു കാണും, എൻ്റെ പിള്ളേരുടെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ല. ചിലർ പറഞ്ഞു കാണും, ഈ വിധവകളുടെ ഇടയിൽ പോയി നിന്നിട്ട് അവരുടെയൊക്കെ ഈ കോപവും അവരുടെയൊക്കെ ശാഠ്യമൊന്നും കാണാനുള്ള ആ ക്ഷമ എനിക്കില്ല. പലരും പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് there would have been many people who would have been approached and they would have said, sorry, we don't want to be part of this. ആ സമയത്താണ് ഈ പറയുന്ന 7 പേരിൽ ഒരു പക്ഷേ ആരാണ് ഈ ഫിലിപ്പിൻ്റെ അടുത്ത് പോയി ഇത് ചോദിച്ചെന്ന് ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആരോ പോയി ഫിലിപ്പിൻ്റെ അടുത്ത് ചോദിച്ചു, ഫിലിപ്പേ, നിനക്കിതിനെക്കുറിച്ച് അറിയാലോ, നമ്മുടെ സഭയിൽ വലിയൊരു ആവശ്യമുണ്ട് എന്നുള്ളത് നിനക്കറിയാലോ ഫിലിപ്പേ, ഇതിനു വേണ്ടി ആൾക്കാരെ അന്വേഷിക്കുന്നു. നിന്നെ ഞങ്ങൾ കാണുമ്പോൾ ഈ ശുശ്രൂഷ ചെയ്യാനുള്ള യോഗ്യതകൾ നിനക്ക് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നീ ഒന്ന് സഹായിക്കുമോ? കൗണ്ട് മീ ഇൻ, ഐ ആം വില്ലിംഗ് ടു ബി എ ഡീക്കൻ. ഞാനിപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഈ ഡീക്കൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു പറയണം. കാരണം ഇന്ന് നമുക്ക് ഈ ഡീക്കൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു വലിയ ഒരു ഓഫീസ് എന്നുള്ള നിലയിലൊക്കെയും ഈ കാലഘട്ടത്തിൽ അത് മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, നമുക്കറിയാം പുതിയ നിയമത്തിൽ തന്നെ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന ലേഖനം വന്നപ്പോൾ, ടൈറ്റസിന് എഴുതിയ ലേഖനം വന്നപ്പോഴൊക്കെയും ഇതിന് ഒരു ഏകദേശം ഒരു ഒഫീഷ്യൽ ഒരു ടൈറ്റിലായിട്ട് അത് മാറി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഡീക്കൻ എന്ന് പറയുമ്പോൾ, അല്ലെ ആദ്യത്തെ ഡീക്കന്മാർ എന്ന് പറയുമ്പോൾ, ഈ ഡീക്കൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ ഡീക്കൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, തമിഴിലൊരു വാക്കുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേർഡ് കേട്ടോ. ആക്ച്വലി മലയാളത്തിൽ അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. തമിഴിലൊരു വാക്കുണ്ട്, ഉദവിക്കാരർ. ഉദവിക്കാരർ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ദേ ആർ ദ മിനിസ്റ്റേഴ്സ്, ശുശ്രൂഷകന്മാർ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്നവർ. ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ഒരു സഹായിയായിട്ട് നിൽക്കുന്നവർ. അതാണ് ഡീക്കൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ ഇങ്ങനെ പറയട്ടെ, എൽഡർ ആയാലും ഡീക്കൻ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു വാക്കാണ്, ഞാനൊരു സാധാരണ വിശ്വാസിയാണ്. സാധാരണ വിശ്വാസം എന്നുള്ളൊരു കാറ്റഗറി ഇല്ല. സാധാരണ, ചിലവർ അതിനകത്ത് ഒരു വാക്കും കൂടെ കൂട്ടി പറയും, ഞാൻ സാധാരണ ഒരു പാപം വിശ്വാസിയാണ്. അങ്ങനത്തെ സ്പെഷ്യൽ കാറ്റഗറി ഒന്നും ഇവിടെ ഇല്ല. ദൈവത്തിൻ്റെ സഭയിൽ ചില കാര്യപരിപാടികൾക്ക് വേണ്ടി ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ആയാലും ഇവരുടെ മനോഭാവം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഈ സ്ഥലത്ത് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക്
ഞാൻ ഒരു സഹായിയായി തീരും. ഐ വിൽ ബി എ സെർവന്റ് ടു ഫുൾഫിൽ what God wants to do in this place. That should be our attitude. That should be our attitude. ഞാനിങ്ങനെ പറഞ്ഞു പോട്ടെ, ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി തന്നെത്താനെ ഈ കാര്യത്തിന് വേണ്ടി ഏൽപ്പിച്ച് ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ എന്ത് ആശ്വാസമാണത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ യെരുശലേം സഭയിൽ 7-ാം വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തുടർന്ന് സഭ വളരുവാനും ദൈവവചനം പണ്ടിരുന്നതിനെക്കാട്ടിലും അധികം ഘോഷിപ്പാനും അനേകർ വിശ്വസിക്കുവാനൊക്കെയും ഏത് കാരണമായി തീർന്നു? ഈ കൂട്ടുവേല. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇടയ്ക്കൊക്കെ ഞാനിത് എൻ്റെ ലോക്കൽ അസംബ്ലിയെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ അസംബ്ലിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടുവേല ഞങ്ങൾക്കൊന്ന് കാണണം. ഒരു കൂട്ടുവേല. അത് പറയുമ്പോണ്ടല്ലോ നമ്മൾ തന്നെയും യോജിച്ച് ചിന്തിച്ച് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. കർത്താവേ, ഞാനൊരു സഹായിയായി ഇരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു തടസ്സമായി ഒരിക്കലും മാറരുത്. എൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് ദൈവം എൻ്റെ സഭയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഒരിക്കലും എന്തായി മാറരുത്? ഒരു തടസ്സമായി മാറരുത്. That should be our individual prayers. That should be our individual prayers. That should be the prayer of the elders and deacons. That should be the prayer of the entire church. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോക്കൽ സ്ഥലം സഭകൾ ഈ 6-ാം അധ്യായത്തിലൊക്കെ കാണുന്ന പോലെ മനോഹരമായ ഒരു സഭകളായി ഇതായിത്തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. So Philip was a blessing to the local church in Jerusalem. താൻ ഒരു അനുഗ്രഹ പാത്രമായി യെരുശലേം സഭയിൽ നിന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഈ ഫിലിപ്പിനെ കുറിച്ച് നാം രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവർത്തികൾ അതിൽ കാണുന്ന ഒരു സാഹചര്യം അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിലാണ്. അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം. അപ്പോൾ ഈ 8-ാം അധ്യായത്തിൻ്റെ കൂടെ ഒരു പശ്ചാത്തലം ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൺവെൻഷനിൽ ആർ യു പ്രിപ്പയർഡ് എന്നുള്ളതായിരുന്നു നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചു. നമ്മിൽ പലർക്കും പല സമയം കർത്താവ് എപ്പോൾ വരും, അതിൻ്റെ സൈൻസ് എന്താണ്, അതിൻ്റെ സീസൺസും അടയാളങ്ങളൊക്കെയും അറിയാൻ അധികം ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ? അല്ലേ? എന്നാൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. കർത്താവ് താൻ മരിച്ച് അടക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കഴിഞ്ഞ് കർത്താവ് പിതാവിൻ്റെ അടുത്തിലോട്ട് പോകുന്നതിന് മുമ്പേ, അസെൻഷന് മുമ്പേ, പിന്നെയും ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിച്ചു. അതൊന്ന് വായിക്കാമോ നമുക്ക്? അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 1-ാം അധ്യായം. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 6 തുടങ്ങി 8 വരെ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിച്ചു, ഇപ്പോഴാണോ സമയം? ഇപ്പൊ കർത്താവ് ആ സമയത്ത് പറയുക, ഇറ്റ് ഈസ് നോട്ട് ഫോർ യു ടു നോ ടൈംസ് ഓർ സീസൺസ് വിച്ച് ദ ഫാദർ ഹാസ് പുട്ട് ഹിസ് ഓൺ അതോറിറ്റി. എന്നിട്ട് 8-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? ബട്ട്, എന്നാൽ. എന്നിട്ട് കർത്താവ് പറയുക,
നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒരു ദൗത്യം തന്നിട്ട് പോകുവാണ്. ഐ ആം ഗിവിങ് യു എ റെസ്പോൺസിബിലിറ്റി അൺടിൽ ഐ കം ബാക്ക് ടു റിസീവ് യു. എന്താണ് ആ ദൗത്യം? കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ വരും. അപ്പോൾ നിങ്ങൾ ബലം പ്രാപിച്ചിട്ട് എവിടേക്കാ? ആദ്യം യെരുശലേമിലും യഹൂദ മുഴുവനും, പിന്നെ പറഞ്ഞത് എന്തുവാ? സമാര്യയിലും, അതിനുശേഷം ലോകത്തിൻ്റെ എല്ലാ അറ്റങ്ങളിലും എല്ലാ ജാതികളുടെ ഇടയിലും എൻ്റെ സുവിശേഷം നിങ്ങൾ എത്തിപ്പിക്കണം. ഇതാണ് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? ഉൽപ്പത്തി 2-ാം അധ്യായം തുടങ്ങി 7-ാം അധ്യായം വരെയും വരുമ്പോൾ ഒരു ചില വർഷങ്ങൾ കടന്നുപോയിട്ടോ. ഒരു ചില വർഷങ്ങൾ കടന്നുപോയി. യെരുശലേമിൽ വലിയൊരു സഭയാണ്, ആയിരക്കണക്കിനുള്ള വിശ്വാസികളുള്ള സഭയാണ്. എന്നാൽ ഈ സഭ അവരവിടെ ചെയ്യുന്ന പല കാര്യങ്ങളിലും സന്തോഷമുണ്ടായിരുന്നു. അനേക യഹൂദന്മാർ കർത്താവിനെ കണ്ടുമുട്ടാൻ ഈ സഭ കാരണമായി. നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഈ സഭ കർത്താവ് പറഞ്ഞ ഒരു ദൗത്യം മറന്നുപോയി. They forgot the great commission. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം കർത്താവ് പറഞ്ഞിട്ട് പോയതാണ്. Go and make disciples of what? All nations. Go and make disciples of all nations. എല്ലാ ജാതികളെയും സുവിശേഷം അറിയിച്ച് എൻ്റെ ശിഷ്യന്മാരാക്കുക. ഇതവര് മറന്നുപോയി. They were all together in Jerusalem. They were all together in Jerusalem. ഒരു പക്ഷേ യെരുശലേം സഭയിൽ നല്ല ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു കാണും. യെരുശലേം സഭയിൽ നല്ല കൊയർ ഉണ്ടായിരുന്നു കാണും. യെരുശലേം സഭയിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഈ യെരുശലേം സഭയിൽ ഉണ്ടായിരുന്നു കാണാം. പക്ഷേ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇവർ മറന്നുപോയി. എന്താണെന്നറിയോ? യഹൂദന്മാരുടെ പുറത്തും യഹൂദന്മാരുടെ ഈ സമൂഹത്തിൻ്റെ പുറത്തും കർത്താവ് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് ഓർപ്പിച്ചിട്ട് പോട്ടെ. സംടൈംസ് യു നോ വാട്ട്, എ ചർച്ച് ക്യാൻ ലൂസ് ഇറ്റ്സ് മിഷൻ ഫോക്കസ്. ഇറ്റ്സ് ഈസി ഫോർ എ ചർച്ച് ടു ലൂസ് ഇറ്റ്സ് മിഷൻ ഫോക്കസ് when a church has become so inward looking. Inward looking എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം, അത് നല്ലതല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതിനു വേണ്ടി നാം ചെയ്യണം, അധ്വാനിക്കണം, ലോക്കൽ സഭയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കരുതണം. എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നാം നമ്മുടെ സഭയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരല്ല. ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ സംഭവിച്ചത് എന്തോന്നറിയോ? ദുഃഖത്തോട് പറയട്ടെ, പല ബൈബിൾ കോളേജിലും പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ പല ബൈബിൾ കോളേജുകളിലും മലയാളികൾ ആരും ഇല്ല കേട്ടോ. ഇന്ന് നമ്മുടെ പല ബൈബിൾ കോളേജുകളിലും പഠിക്കുവാനും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും ആരില്ല എന്നറിയോ? മലയാളികളില്ല. മലയാളികളില്ലാത്ത, ഒറ്റ മലയാളി പോലും ഇല്ലാത്ത ബൈബിൾ കോളേജുകൾ നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ സഭകൾ വി ഹാവ് ബിക്കം സോ ഇൻവേർഡ് ലുക്കിംഗ്. നമ്മൾ ഇന്ന് ചിലപ്പോൾ ഡോക്ട്രിൻ അക്യൂറസിയും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയും നാം മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ 2500 ജാതികൾ, അതിൽ ഏകദേശം 2200 ജാതികളിൽ ഇതുവരെയും സുവിശേഷം എത്തിയിട്ടില്ല എന്നുള്ളത് മറന്നുപോയവരാണ് നമ്മൾ പലപ്പോഴും. ഞാൻ പറയട്ടെ, ഇങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ ബ്രദറൻ മിഷൻ മാത്രമല്ല, ആ കാലഘട്ടത്തിലൊക്കെയും, ഞാൻ പറയുന്ന 1970-കളിലും 80-കളിലൊക്കെയും
പ്രിയപ്പെട്ടവരെ, ദൈവം ഈ കാഴ്ചപ്പാട് നൽകി കേരളത്തിൽ നിന്ന് പോയവർ പലര് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായി തീർന്നവരുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് എനിമോർ. ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവർത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മറക്കുന്ന സഭ ഓർക്കണം. പ്രവർത്തികൾ 8:1 ഓർക്കാൻ എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രവർത്തികൾ 1:8 മറക്കുന്ന സഭ ഓർക്കേണ്ടത്, ചിലപ്പോൾ ദൈവം 8:1 ചിലപ്പോൾ സഭകളുടെ ഇടയിൽ കൊണ്ടുവരും. വായിച്ചേ ബ്രദറെ, പ്രവർത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. സ്തെഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോസ്തലന്മാർ ഒഴികെ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് പെന്തക്കോസ്തേ ദിവസം അവിടെ വന്ന് ചേർന്ന് അന്ന് രക്ഷിക്കപ്പെട്ട് സഭയിൽ ചേർക്കപ്പെട്ട് അവിടെ തന്നെ നിന്നുപോയ പലരും ഇപ്പം എങ്ങോട്ട് പോയി? അവിടുന്ന് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇവിടെയാണ് ഫിലിപ്പിനെ പിന്നെയും നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ പോയവരിൽ, അവിടുന്ന് പോയവരിൽ ദൈവം പറിച്ച്, ഞാൻ ഇങ്ങനെ പറയട്ടെ, ചിലപ്പോൾ ദൈവം പറിച്ച് നടൂട്ടോ. ദൈവം ചിലപ്പോൾ അത് ചെയ്യണമെങ്കിൽ ചെയ്യും, പറിച്ചു നടും. ഇപ്പോൾ അവിടെ കാണുന്നത്, ഈ യെരുശലേമിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസികളിൽ പലരും പല സ്ഥലങ്ങളിലോട്ട് ചിതറിപ്പോയപ്പോൾ നമ്മൾ വായിക്കുന്നത് 4-ാം വാക്യം 5-ാം വാക്യം കൂടെ വായിച്ചേ സഹോദര. 8-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വായിച്ചേ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പ് സമര്യ പട്ടണത്തിൽ ചെന്ന് അവിടെ താമസിച്ച് എന്ത് ചെയ്തു തുടങ്ങി? കർത്താവിനെ കുറിച്ച് അറിയിച്ചു തുടങ്ങി. ഞാൻ നിങ്ങളോട് ഇത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു യഹൂദൻ സമര്യ പട്ടണത്തിൻ്റെ വഴിയേൽ പോലെ നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവനല്ല. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമാണത്, ഇല്ലേ? മേളിൽ നമ്മൾ കാണുന്നത് ഗാലിലി. നമുക്ക് എല്ലാവരുടെയും ബൈബിളിൽ മാപ്പ് ഉണ്ടല്ലോ. മേളിൽ കാണുന്നത് ഗാലിലി, താഴെ കാണുന്ന യഹൂദിയ, രണ്ടിൻ്റെ ഇടയിൽ എന്താണ്? സമരിയ. ഗാലിലിന്ന് ജുഡയിലോട്ട് പോണെങ്കിലും ജുഡയെന്ന് ഗാലിലിലോട്ട് പോണെങ്കിലും സമരിയ വഴി പോകണം. എന്നാൽ യഹൂദന്മാർ ഈ നേരെയുള്ള വഴിയിൽ പോകാതെ ചുറ്റിക്കറങ്ങി പോകുന്നതാണ് അവരുടെ പതിവ്. They didn't even want to put their feet in the land of Samaria because they thought it was defilement. And can you imagine here Philip going and staying in the city of Samaria? ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. അപ്പോസ്തലന്മാർക്ക് പോലും ഈ ഒരു മാനസാന്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ലായിരുന്നു. ഞാനങ്ങനെ പറയാൻ കാരണം എന്തോന്നറിയോ? അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ ഈ കർത്താവ് കൊർനെല്യോസ് ഒരു പുറജാതിയുടെ വീട്ടിലോട്ട് പത്രോസിനെ അയക്കുവാൻ വേണ്ടി സ്വപ്നത്തിൽ കൂടെയൊക്കെയും വലിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് പത്രോസിനെ അവിടെ വിട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പോസ്തലന്മാർക്ക് പോലും യഹൂദന്മാരെ വിട്ടിട്ട് പുറജാതികളുടെ അടുത്ത് പോകാനോ സമാരിയൻസിന്റെ അടുത്ത് പോകാനോ ഇതുവരെ മനസ്സ് വരാത്ത സമയത്താണ് ഫിലിപ്പിനെ കുറിച്ച് നമ്മൾ എന്ത് വായിക്കുന്നത്? ഇവൻ അവിടെ ചെന്ന് താമസിച്ചിട്ട് കർത്താവിനെ കുറിച്ച് അറിയിക്കുവാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ. ഈ ഒരു ഡിസിഷനിൽ കൂടെ ദൈവത്തിൻ്റെ ആഗ്രഹം സാധിച്ച ഫിലിപ്പ്, കർത്താവിൻ്റെ വലിയൊരു ആഗ്രഹം കേട്ടോ. ഞാനത്
അടുത്ത 2 ദിവസങ്ങളിലും ഞാൻ അതിനെക്കുറിച്ച് പറയും, ദൈവം സഹായിച്ചാൽ. ലാസ്റ്റ് ദിവസം ഐ വാണ്ട് ടു ഷോ യു സം സർവേ ഓൾസോ. ഓക്കെ, സം സർവേ സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഗോഡ് സ്റ്റിൽ വാണ്ട്സ് ടു ഡു ഹിയർ ഇൻ ദ വേൾഡ്. ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം എന്തോന്നറിയോ? ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം, ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്വർഗം നിറച്ച് മലയാളികളെ കൊണ്ട് നിറയ്ക്കാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. ആർക്കും കുഴപ്പമില്ലല്ലോ? ഹലോ, ഞാനൊരു മലയാളിയാണ്. പക്ഷേ സ്വർഗത്തിൽ മലയാളികളെ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവത്തിന് എന്തില്ല? അറിയില്ലേ നിങ്ങളാരും? ആഗ്രഹമല്ല. മലയാളികൾ വന്നോട്ടെ. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഫ്രം എവറി നേഷൻ, ഫ്രം എവറി ട്രൈബ്, ഫ്രം എവറി ലാംഗ്വേജ്, എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ദാറ്റ് നോ വൺ കുഡ് കൗണ്ട്. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ ജാതികളും, എല്ലാ ഭാഷക്കാരും, എല്ലാ ഗോത്രത്തിൽ നിന്നുള്ളവരും അന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആ കുഞ്ഞാടെ നീ വാഴ്ത്തപ്പെടുക എന്ന് പറഞ്ഞ് ഗ്ലോറി ടു ദ ലാം ദാറ്റ് വാസ് സ്ലെയിൻ, ദാറ്റ് വിൽ ബി ദ സോങ് ഇൻ ഹെവൻ. ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തൊക്കെ ജീവിക്കുമ്പോൾ നമ്മെ പോലെ അല്ലാത്തവരെ കാണുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ അലർജി ഉണ്ടാകും. ഞാൻ ഒരു പ്രാവശ്യം ഒരു 130 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന ഒരു കോൺഫറൻസിന് പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ചിലരുടെ മുടിക്കെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിങ്ങനെ ചിന്തിക്കും, ഇതെന്തോ ഒരു മുടിക്കെട്ടാ. ചിലരുടെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ അടുത്ത് പോലെ ഇരിക്കാൻ നമുക്ക് എന്തോ ഒരു പുച്ഛം പോലെ. ചിലപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ 4.5 അടിയൊക്കെ ഉള്ളൂ. പാപ്പാ ന്യൂ ഗിനിയ എന്നൊക്കെ പറയുന്ന ആ ചില രാജ്യങ്ങളിലൊക്കെ വരുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമുക്ക് തോന്നും, എടാ ഇവരെയൊക്കെ ദൈവം അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. യെസ്, ദാറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ഗാഡ്. ദാറ്റ് ഈസ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ഗാഡ്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പക്ഷേ കേരളത്തിൽ ജനിക്കാതെ തമിഴ്നാട്ടിൽ ജനിച്ചതും ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇത് മനസ്സിലാക്കിയ എൻ്റെ പിതാവ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, അപ്പൊ ഫിലിപ്പ് ചെയ്തത് എന്താണെന്നറിയോ? കർത്താവിൻ്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ തുടങ്ങി യഹൂദയിൽ, അത് കഴിഞ്ഞിട്ട് എവിടെ? സമാരിയയിൽ. അപ്പോസ്തലന്മാര് പോലും ചെയ്യാത്ത ഒരു പണി ഇപ്പൊ ആര് ചെയ്യുക? ഫിലിപ്പ് ചെയ്യുന്നു. ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫിലിപ്പിന്റെ സമാരിയയിലുള്ള ശുശ്രൂഷ എന്തുവായിരുന്നു? ഞാൻ ഇങ്ങനെ പറയട്ടെ, അവിടെ ഈ യെരുശലേമിൽ ഉണ്ടായിരുന്നപ്പോൾ അപ്പോസ്തലന്മാരായിരുന്നു എല്ലാ വീര്യ പ്രവൃത്തികളും ചെയ്തത്. കർത്താവിൻ്റെ വചനമൊക്കെ ഘോഷിക്കുന്നൊക്കെയും ആരായിരുന്നു? അപ്പോസ്തലന്മാരായിരുന്നു. ഈ ഫിലിപ്പൊക്കെയും അവിടെ നിന്ന് ഒരു ചെറിയ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്, ഇല്ലേ? ഒരു ചെറിയ ശുശ്രൂഷ. ഈ വിധവമാര് അവർക്ക് ഫുഡ് കൊടുക്കുന്ന പ്രോഗ്രാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ചെറിയ ഒരു ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ഈ മനുഷ്യനെ ദൈവം സമാരിയയിൽ കൊണ്ടുപോയപ്പോൾ അപ്പോസ്തലന്മാർ യെരുശലേമിൽ ചെയ്ത് അതേ പ്രവൃത്തികൾ എവിടെ നടക്കുന്നു? സമാരിയയിൽ നടക്കുന്നു. He was a fiery preacher. Miracles were performed. Signs were wonders and signs were done. Demons were what? Cast out. All through the ministry of whom? One man, Philip. ഇനി ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇവിടെ ഉള്ള സഹോദരന്മാരുടെ സഹോദരിമാരുടെ പ്രത്യേകിച്ച് യങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവം ഇപ്പം കയ്യിൽ ഏൽപ്പിച്ച ആ ശുശ്രൂഷ ചെറുതായാലും അത് വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിനൊരു സമയം വരും. ദൈവത്തിന്, ഞാൻ പറയട്ടെ, പ്ലീസ് അലോ ഗോഡ് ടു എക്സ്പാൻഡ് ദ സ്പിയർ ഓഫ് യുവർ മിനിസ്ട്രി.
You don't actually know, try to expand the sphere of your work. ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേരോട് പറയുന്ന, നിങ്ങൾ തന്നെയും നിങ്ങളുടെ പ്രവർത്തന മേഖലകളെ വലുതാക്കുവാൻ ദയവേത് നിങ്ങൾ ശ്രമിക്കല്ലേ. ഇത് നമ്മുടെ കാര്യമല്ല, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. You just not do what the Lord has entrusted into your hands right now faithfully, and God knows when to open the spear. You know what is so beautiful about Philip? ഞാനിങ്ങനെ പറയട്ടെ, ഈ ഒരു വ്യക്തി സമാരിയരുടെ ഇടയിൽ പോയി. സമാരിയർ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ അൺടച്ചബിൾസ് പോലെയാണ്. യഹൂദന്മാർക്ക് എന്തുവാ? അൺടച്ചബിൾസ് പോലെയാണ്. അവരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ കാണുന്നറിയോ? 8-ാം വാക്യം ഒന്ന് വായിച്ചേ ബ്രദറെ. 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ആ പട്ടണത്തിൽ എന്തുണ്ടായി? വളരെ സന്തോഷം. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഒരു മനുഷ്യൻ ദൈവഹിതം മനസ്സിലാക്കി ദൈവകരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു മനുഷ്യൻ സമാരിയയിൽ പോയതുകൊണ്ട് ഒരു ജനം മൊത്തം, ഒരു പട്ടണം മൊത്തം എന്ത് ചെയ്യുക? റിജോയ്സിങ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ കൊണ്ട് ദുഃഖിക്കുന്നവരാണോ അധികമുള്ളത്, സന്തോഷിക്കുന്നവരാണോ അധികമുള്ളത്? നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മളെ കൊണ്ട് മനുഷ്യർ ദുഃഖിക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കർത്താവിൽ സന്തോഷിക്കുകയാണോ? ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ സമാരിയയിലുള്ള ആൾക്കാരൊക്കെയും ആ കാലങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു കാണും? ദൈവമേ, ഈ ഫിലിപ്പിനെ നീ ഞങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തു? അയച്ചല്ലോ. കർത്താവെ, ഫിലിപ്പിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണേ. കർത്താവെ, യഹൂദന്മാരാരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ, ആർക്കും വേണ്ടാത്തവരായിരുന്ന ഞങ്ങളുടെ ഇടയിൽ വന്ന് പ്രവർത്തിക്കുവാൻ ഈ ഫിലിപ്പിന് മനസ്സുണ്ടായല്ലോ. ദൈവമേ, ഫിലിപ്പിനെയും കുടുംബത്തെ എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുക. വാട്ട് എ ബ്ലെസ്സിങ്, വാട്ട് എ ബ്ലെസ്സിങ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മെക്കുറിച്ചൊക്കെ ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും കർത്താവിന് നന്ദി പറയുന്നത്? Here the entire city was rejoicing because of Philip. എന്നൊരു ഉദാഹരണം പറയുവാണ്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ സമയത്തിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം റോഡിൽ ഒരു വ്യക്തി, ഒരു ഹിന്ദു സഹോദരൻ നടന്നിങ്ങ് പോവുക. അപ്പോൾ അവിടെ നിന്ന് ആരോ ഒരു ദൈവദാസൻ ഒരു ലഘുലേഖല, what do you call the ട്രാക്റ്റ് കൊടുക്കുക കർത്താവിനെ കുറിച്ച്. അപ്പോൾ ഈ സഹോദരൻ ആ ട്രാക്റ്റ് വായിച്ചിട്ട് കർത്താവിനെ കുറിച്ച് അറിയാൻ അധികം താല്പര്യമുണ്ടായി. അപ്പോൾ അതിനകത്ത് കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്തായിരുന്നു. ഈ ദൈവദാസനെ വിളിച്ച് അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ബൈബിൾ തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെയും ഈ ദൈവദാസന് ഒരു കാര്യം മനസ്സിലായി. കർത്താവ് തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു. എവിടെയാണ് വിളിക്കുന്നത്? ഇതുവരെയും സുവിശേഷം അറിയിക്കാത്ത സ്ഥലങ്ങളിൽ. അങ്ങനെ പ്രാർത്ഥിച്ച് ഉത്തർപ്രദേശത്തിലോട്ട് പോയി, UP. അങ്ങനെ UPയിൽ പോയി ആദ്യം അലഹാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു. അടി, ചവിട്ട് ഇതെല്ലാം വാങ്ങിച്ചു. അരമുറി ഹിന്ദി കൊണ്ട് അവിടെ പോയത്. കഷ്ടപ്പെട്ട് ഹിന്ദി പഠിച്ചു, ഇതെല്ലാം ചെയ്തു. അപ്പോൾ അലഹാബാദിൽ പല ശുശ്രൂഷകളുണ്ടായിരുന്നു. അവിടെ പല ചർച്ചസും ഉണ്ട്. ഞാൻ ബ്രദറൻ സഭ മാത്രമല്ല പറയുന്നത്, മറ്റ് പല സഭകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യക്തി ഒരു ബ്രദറൻകാരനുമല്ല. അവിടെ പോയി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മനസ്സിൽ പിന്നെ ഒരു പ്രേരണ, അലഹാബാദിൽ ഇത്രയും സഭകളുണ്ട്, ഉത്തർപ്രദേശിൽ സഭയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കർത്താവിനെ അറിയിക്കാൻ പോകണം. എന്നിട്ട് ഉത്തർപ്രദേശിൽ ഉള്ളതിലേക്ക് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, that is one of the districts where even the government doesn't want to do any kind of development. അങ്ങനത്തെ ഒരു സ്ഥലമാണ് മിർസാപൂർ. ഈ മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ദൈവദാസനും കുടുംബവും പോയി അവിടെ താമസിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു തുടങ്ങി. ചുരുക്കമായിട്ട് ഞാൻ പറയട്ടെ, 20 വർഷത്തിൽ പരം
അവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് 10,000 വിശ്വാസികളുണ്ട്. ഞാൻ പറയുന്നതിനൊക്കെ തെളിവുണ്ട്. യൂട്യൂബിൽ പോയി ഇറ്റേണൽ ഗ്രേസ് മിനിസ്ട്രി മിർസാപൂർ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയേ. ഒരു സ്വതന്ത്ര സഭ നടത്തുന്ന ഒരു വ്യക്തിയാണ്. നമ്മളും പുള്ളിയുമായിട്ടൊക്കെ ചില ഉപദേശ വ്യത്യാസങ്ങളൊക്കെ കാണും. എന്നാൽ എൻ്റെ മനസ്സിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, 1300 പിള്ളേർ പഠിക്കുന്ന ഒരു സമുദായത്തിൽ കംപ്ലീറ്റ് ഒതുക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി 1300-ൽ പരം പിള്ളേർ പഠിക്കുന്നു. പല ചെറിയ ചെറിയ ക്ലിനിക്കുകൾ. ഒരു മനുഷ്യൻ തിരുവനന്തപുരത്ത് നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേറൊരു സ്ഥലത്തോട്ട് പോകുവാൻ വേണ്ടി ചെന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. ഈ ഇടയ്ക്ക് UP സർക്കാരിൻ്റെയൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പുള്ളി അവിടുന്ന് ഓടി ഒളിയേണ്ട വന്നു. വിജയകുമാർ എന്നാണ് പേര്. എനിക്ക് നേരെ ആ സഹോദരനെ അറിയാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സ്വർഗത്തിലൊക്കെ എത്തുമ്പോൾ ഈ 10,000 പേരൊക്കെ ഇവരെന്ത് പറയും? നിങ്ങളോട് ആരാ ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്? അവരൊക്കെ പറയും, അവിടെ ഒരാളിരിപ്പുണ്ടല്ലോ, ആ വിജയകുമാർ. എന്തൊരു അനുഗ്രഹം! വാട്ട് എ ബ്ലെസ്സിങ്! ഒരു വ്യക്തി, you're talking about one man here. One man, he is surrendering his life for God to work. Let me also quickly run through this and we will conclude. You know what? ഫിലിപ്പ് സമാരിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങളൊക്കെ പോയി. യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ പോലും ഇതിനെക്കുറിച്ച് കേട്ടിട്ടൊക്കെയും ഇപ്പോൾ വരുക. എവിടെ? ഈ സമാരിയയിലോട്ട് വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വരുക. ഈ കേൾക്കുന്നതൊക്കെ എന്തുവാണ്? ശരിയാണോ? നിങ്ങൾ വായിച്ചാൽ അറിയാം. പത്രോസും യോഹന്നാനും അവിടുന്ന് വരുന്നു. ഫിലിപ്പിൽ കൂടെ ഇതൊക്കെ നടന്നത് ശരിയാണോ എന്ന് അറിയുവാൻ വേണ്ടി. ഇത്രയും വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം വന്നിട്ട് പരിശുദ്ധാത്മാവ് ഫിലിപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, ഫിലിപ്പേ, ഇവിടുന്ന് നീ പോകേണ്ട സമയമായി. നമുക്ക് ഇഷ്ടപ്പെടുമത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നല്ല പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിൽ, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് ഇപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് പോകുവാനുള്ളൊരു വിളി വന്നാൽ, നമുക്കത് വായിക്കാം. പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 26 മാത്രം ഒന്ന് വായിച്ചേ സഹോദര. Go to the road side. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പലപ്പോഴും വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഓടുന്നത്. നല്ല ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ നിന്ന് ഇപ്പം ദൈവം മാറ്റി. ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, വന്നിട്ട് ഓഗസ്റ്റ് 3-ാം തീയതി ഞാൻ എങ്ങോട്ട് പോകും? തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകും. ഇത് അങ്ങനത്തെ പോക്കല്ല കേട്ടത്. സമാരിയിൽ നിന്ന് എന്നേക്കുമായിട്ട് അവിടുന്ന് പോകുവാനുള്ളൊരു വിളിയാണ് ദൈവം ആരുടെ കയ്യിൽ ഏൽപ്പിച്ചെന്നറിയോ? ഒരു ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, ഫിലിപ്പേ, നീ എഴുന്നേറ്റിട്ട് നീ പോകണം. എങ്ങോട്ടാ പോകേണ്ടത്? ആദ്യം പറഞ്ഞു കൊടുത്തു, നീ ഈ ഗാസയിലോട്ട് പോകുന്ന വഴിയിൽ ഇവിടെ നിന്നാ മതി. എന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ അടുത്ത നമ്മൾ കേൾക്കണം. അതിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കാമോ? 29. ആദ്യം സമാരിയെന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ ചോദിച്ചേനെ 1008 ചോദ്യം ചോദിച്ചേനെ, കർത്താവേ എന്തിനു വേണ്ടിയുള്ള പുറപ്പാടത്? യെസ് ഓർ നോ? ഞാൻ ചോദിച്ചേനെ കേട്ടോ, നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അടുത്ത് നമ്മൾ ചോദിച്ചേനെ, അടുത്ത് എങ്ങോട്ടാണ്? വേർ നെക്സ്റ്റ്? വാട്ട് നെക്സ്റ്റ്? വാട്ട് കൈൻഡ് ഓഫ് മിനിസ്ട്രി? Give me all the details, then I will make a choice. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞു, നീ ആദ്യം ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് പോയി നിൽക്കുക. ഫിലിപ്പ് അവിടെ പോയി നിന്നു. നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് വരുന്നു? ഒരു രഥം വരുന്നു. രഥം വരുന്നത് കണ്ടിട്ട്
പരിശുദ്ധാത്മാവ് ഇപ്പൊ ഫിലിപ്പിന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ നീ എന്ത് ചെയ്യണം? ഈ രഥത്തിന്റെ അടുത്തോട്ട് എന്ത് ചെയ്യുക? നീ പോവുക. അടുത്തോട്ട് പോയി. എന്നിട്ട് നമുക്ക് വായിക്കുമ്പോൾ അറിയാം, എത്യോപ്യൻ യൂണക്, ഹി ഈസ് കമ്മിങ് ബാക്ക് ഫ്രം ജെറുസലേം. യെരുസലേമിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യെരുസലേമിൽ ഇത്രയും അപ്പോസ്തലന്മാരും ഇത്രയും പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നോ ദൈവത്തിന് ഈ യൂണക്കിൻ്റെ അടുത്ത് പറഞ്ഞു വിടാൻ? എനിക്കറിയില്ല കേട്ടോ ഉത്തരം. ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ, ബട്ട് ഐ നോ വൺ തിങ്. എന്താണെന്നറിയോ? ദൈവത്തിന് ഒരു കാര്യം അറിയാം, ഞാൻ എവിടെ പോകാൻ പറഞ്ഞാലും ഈ ഫിലിപ്പ് എന്ത് ചെയ്യും? പോകും. I tell you, brothers and sisters, that's why I told you right at the beginning, ministry is not ours. Mission is not ours. നമ്മുടെ അല്ലട്ടത്. ദൈവകരങ്ങളിൽ ഫ്ലെക്സിബിൾ ആയിരിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നൊന്നും തെറ്റിയിരിക്കല്ലേ കേട്ടോ, ഞാൻ പ്രവാചകനും അല്ല, എന്നാലും ഞാൻ പറയുക, ദൈവം ഒരു പക്ഷേ മോനെ മോളെ ഓമാനി നീ പോകേണ്ട സമയമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാനുള്ള മനസ്സുണ്ടോ? ഇത്രയും നാളും നീ ചെയ്തുകൊണ്ടിരുന്ന പണി മതിയാക്കി ഞാൻ നിന്നെ അയക്കുന്ന സ്ഥലത്തോട്ട് പോകണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുവാണെങ്കിൽ നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഹൗ വിൽ വി റെസ്പോണ്ട് ടു ദാറ്റ്? സി, ഫിലിപ്പിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, it was a life led by the Lord, flexible. Lord, it's not about me. It's not about me, Lord. It's about you. It's about know what you want me to do. It's about know what you have in your heart's desire. ഞാൻ പറയട്ടെ, അന്ന് പോയി ഈ എത്യോപ്യൻ യൂണക്കിൻ്റെ അടുത്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞു, സ്നാനം നടത്തി. അതിനപ്പോഴും നമ്മൾ എന്താ വായിക്കുന്നതെന്ന് അറിയോ? Can you read that passage, brother? Chapter 8. And we are in chapter 8, and then we read now verse 39. 8 വായിക്കാമോ? 8:39. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ടൻ പിന്നെ അവനെ കണ്ടില്ല, അവൻ സന്തോഷിച്ചു. ഞാൻ പറയട്ടെ, ഫിലിപ്പോസിനെ കണ്ടില്ല, വന്നവൻ എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല. But the man went back. What do we read? Rejoicing. The man went back rejoicing. Think about this. Here is Philip, who brought so much of joy to the entire city of Samaria, and now the Lord takes him where? To the roadside to meet with one man. Yet that one man, the response എന്താണെന്ന് അറിയോ? സന്തോഷത്തോടെ അവൻ പോയി. Can I tell you something here? ഇത് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ എത്യോപ്യൻ ഒരു പുറജാതിയല്ലേ? ഈ എത്യോപ്യൻ പുറജാതിയല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവ് തൻ്റെ ഹൃദയത്തിൽ താൻ ആഗ്രഹിച്ച കാര്യങ്ങളിൽ 2 സാധിച്ചെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഈ ഫിലിപ്പ്. To share the gospel with the Samaritan for the first time, to share the gospel with the Gentile for the first time. What a privilege, what a blessing, what a blessing. Wherever willing to go, wherever the Lord leads, willing to do whatever the Lord leads. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട് കേട്ടോ. I don't know how many of you know this song, Shepherd of my soul. കേട്ടിട്ടുണ്ടോ അത്? Shepherd of my soul, I give you full control. Wherever you may lead, I will go. പാടാനൊക്കെ എളുപ്പമുള്ള പാട്ടല്ലേ? നമ്മൾ പാടുന്നത് നല്ല മിടുക്കന്മാരാണ് അല്ലേ? നമ്മളെല്ലാവരും നല്ല പാട്ട് പാടും. And this is a very difficult song to sing. Shepherd of my soul, I give you what? Full control. Wherever you may lead, what? I will go. Whatever you tell me, what? I will obey. എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ, ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഒരു പോയിന്റും കൂടെ ഉണ്ട്, കുഴപ്പമില്ല, എന്നാൽ നിർത്തിയാലും കുഴപ്പമില്ല. എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു യുവാവ്, അവൻ്റെ പിതാവും മാതാവും അവർ മിഷണറികളായിരുന്നു അട്ടപ്പാടിയിൽ. ഡോക്ടർ മുരളീധർ നടത്തുന്ന ഒരു ട്രൈബൽ മിഷൻ കേട്ടിട്ടുണ്ടോ? ട്രൈബൽ മിഷൻ
ട്രൈബൽ മിഷനിലുള്ള ഒരു മിഷണറി ആയിരുന്നു ഈ മാതാവും പിതാവും, എൻ്റെ കൂട്ടുകാരൻ്റെ മാതാവും പിതാവും. അപ്പോൾ അവരുടെ ഒറ്റ മകനാണ്, ഒരു മോളും ഉണ്ട്, ഒരു മകനും ഉണ്ട്. ഈ മകൻ ജനിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് ഇട്ട പേരെന്തോന്നറിയോ? റീച്ചർ എന്നാണ്. പ്രീച്ചറല്ല, എന്തുവാ? റീച്ചർ. റീച്ചർ എന്ന് പറഞ്ഞാൽ എന്തുവാ? റീച്ച് ചെയ്യുന്ന ഒരു വ്യക്തി. ഇവനും ഞങ്ങളെപ്പോലെ കർത്താവേ നിൻ്റെ സുവിശേഷം, നിൻ്റെ ആ സ്നേഹം ബാക്കിയുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു വ്യക്തിയായി തീരണം എന്നുള്ളതായിരുന്നു ജനിച്ചപ്പോൾ തന്നെ പ്രാർത്ഥന. അങ്ങനത്തെ അപ്പയുടെയും അമ്മയുടെയും പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കാതിരിക്കത്തില്ല കേട്ടോ. They named him Reacher. He came to the Bible college and with me. അപ്പോൾ ഡോക്ടർ മുരളീധർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, ഒരു നല്ലൊരു ദൈവദാസനാണ്. ഡോക്ടർ മുരളീധരൻ്റെ ആഗ്രഹം എന്തായിരുന്നു അറിയോ? ഇവൻ പഠിച്ച് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു വന്നിട്ട് അവനെ കോയമ്പത്തൂരിൽ തന്നെ വെച്ചിട്ട് ഈ ശുശ്രൂഷയുടെ ചില റെസ്പോൺസിബിലിറ്റിയൊക്കെ എന്ത് ചെയ്യണം? ഇവനെ ഏൽപ്പിക്കണം. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം അതല്ലായിരുന്നു. ബൈബിൾ കോളേജ് പഠിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവം ഇവനോട് സംസാരിച്ചതിൽ ഇതിങ്ങനെയാണ് വാക്കുകൾ കിട്ടിയത്: നിന്നെ ഞാൻ കംബോഡിയയിലോട്ട് അയക്കുന്നു. ഇവൻ കംബോഡിയ എവിടെയാന്ന് പോലും അതുവരെ കേട്ടിട്ടില്ല. ഇവൻ വിചാരിച്ചത് ആഫ്രിക്കയിൽ എങ്ങാണ്ട് ഒരു സ്ഥലമാണ്. പിന്നെ ആദ്യം ഈ കംബോഡിയ കേട്ടപ്പോൾ ഇവൻ്റെ മനസ്സിൽ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കംബോഡിയ. അപ്പോൾ അന്ന് തൊട്ട് ഇവൻ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ച് കുറച്ച് ദിവസങ്ങളിനകത്ത് തന്നെയും, കുഞ്ഞ് ജനിച്ച് 3 മാസമേ ഉള്ളൂ, കുറച്ച് നാളിനിടയ്ക്ക് തന്നെ ഇവന് മനസ്സിലായി കംബോഡിയ ആഫ്രിക്കയിലൊന്നുമില്ല. മാപ്പ് കണ്ടിട്ട് അവന് മനസ്സിലായി വലിയ ദൂരമൊന്നുമില്ല, ഇത് തായ്ലൻഡിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു രാജ്യമാണ്. പിന്നെ ആ രാജ്യത്തിനെ കുറിച്ച് പഠിച്ചു നോക്കി. ലോകത്തിലെ ദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാണ്. വൺ ഓഫ് ദ poorest countries in the world. He prayed about it. You know what? This is that couple, റീച്ചർ ആൻഡ് ബിജിലി. ഇന്ന് അവർക്ക് 2 മക്കളുണ്ട്. അവർ കോയമ്പത്തൂരിൽ നിന്ന് കംബോഡിയയിലിട്ടങ്ങ് പോയി. അതൊരു യാത്രയായിരുന്നു. നീ എങ്ങനെ പോയി ഭാഷ പഠിക്കും? നീ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? 1008 ചോദ്യങ്ങളല്ലേ. പക്ഷേ ഈ ചോദ്യത്തിനൊക്കെ ഒറ്റ ഉത്തരമേ അവനുള്ളൂ. എന്താണെന്നറിയോ? എന്നെ ദൈവം അങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യും? പോകും. ഞാൻ പറയട്ടെ, 15 വർഷം അവരുണ്ടായിരുന്നു അവിടെ. ഞാൻ ഒരു പ്രാവശ്യം അവനെ പോയി കണ്ടിട്ടുണ്ട് അവിടെ. 2 ആഴ്ച അവൻ്റെ കൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ മറക്കത്തില്ല കേട്ടോ, ഒരു രാത്രി എന്നെ അവൻ കൊണ്ടുപോയ ഒരു സ്ഥലം. ഐ വിൽ നെവർ ഫർഗെറ്റ് ദാറ്റ്. യു നോ വൈ? ഹി സെഡ്, അച്ഛാ എന്തായാലും അച്ഛൻ ഇവിടെ വന്നതല്ലേ, ഇവിടുത്തെ ഒരു അവസ്ഥ അച്ഛൻ കാണണം. കൊണ്ടുപോയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റ്, ഒരു 9 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്, നേരെ ഉള്ള ഒരു സ്ട്രീറ്റ്. നോം പെൻ എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ആ സ്ട്രീറ്റിലോട്ട് അവൻ കൊണ്ടുപോകുന്നത്. ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും കുറേ ഹോട്ടൽസ് ഉണ്ട്. KTV എന്നാണ് അവർ വിളിക്കുന്നത്. അവിടെ ഈ കരോക്കി പാട്ടൊക്കെ പാടാൻ വേണ്ടി കുറേ നല്ല പെമ്പിള്ളാർ ഈ കംബോഡിയയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കുറേ പെമ്പിള്ളാരെ, സുന്ദരികളായ പെമ്പിള്ളാരെ, 16, 17 വയസ്സൊക്കെ അതുങ്ങൾക്ക് ഉള്ളൂ. അതുങ്ങളെ ഈ റോഡിൻ്റെ 2 സൈഡിലും ഹോട്ടലിൽ വെളിയിൽ ആൾക്കാരെ, ടൂറിസ്റ്റുകളെ വിളിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ കംബോഡിയയിൽ അച്ഛൻ ചോദിച്ചില്ലേ എന്താണ് വില കുറവായിട്ട് കിട്ടുന്നത്? കംബോഡിയൻ മണിക്ക് വാല്യൂ ഇല്ല കേട്ടോ, അതുകൊണ്ട് അവർ ഡോളറാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും ഭയങ്കര കാശാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്. അവൻ പറയുന്ന എല്ലാം വലിയ വിലയാണ്. അവൻ താമസിക്കുന്ന വീട്ടിന് 45,000 രൂപ, ഒരു ചെറിയ ഒരു മുറിയുള്ള വീട്ടിന് 45,000. ബിക്കോസ് നോ എവറി മണി ഈസ് വാട്ട് കൺവേർട്ടഡ്, ഇൻഫ്ലേഷൻ. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ എന്താ വില കുറവ് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് എന്നെ പറഞ്ഞു, വെച്ചാ ഒരു ദിവസം ടൂറിസ്റ്റുകൾ ഈ പെമ്പിള്ളാരുമായിട്ട് പോകാൻ വേണ്ടി അവർ കൊടുക്കുന്നത് $10. യു ആസ്ക് മീ എ ക്വസ്റ്റ്യൻ, റൈറ്റ്? വാട്ട് ഈസ് ചീപ്പ് ഹിയർ ഇൻ ദിസ് പ്ലേസ്? ദിസ് ഇസ് വാട്ട് ദ ചീപ്പസ്റ്റ് തിങ് അവൈലബിൾ ഹിയർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചങ്കടിച്ചു. സുന്ദരികളായ പിള്ളേർ, ആൻഡ് ദേ വർ ബീങ് എക്സ്പ്ലോയിറ്റഡ്. എന്നിട്ട് ഇവൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വേല ഇവരുടെ ഇടയ്ക്കാണ്. ദേ ഹാഡ് 5 or 6 ഹോസ്റ്റൽസ് വേർ ഈ പിള്ളേരെ
അവിടെയുള്ള കോളേജുകളിലൊക്കെയും അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ചേർത്ത് ഒരു ക്യാമ്പ് പാരൻ്റ് പോലെ ഒരാൾ അവിടെ താമസിച്ചവരുടെ കൂടെ അതിൽ പലർ കർത്താവിനെ കണ്ട് പലർ പഠിച്ച് പല ജോലികൾ, നല്ല ജോലികൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് ആക്കി. You know what, few months ago I saw in his Facebook post and I asked him, എടാ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, അച്ഛാ ദൈവം ഞങ്ങളെ ഇവിടെ നിന്ന് വിളിക്കുവാണ് എങ്ങോട്ടാ, ചൈനയിൽ ഒരു ഇൻറ്റീരിയർ പ്ലേസിലോട്ട്. ഇപ്പോൾ അവരങ്ങോട്ട് പോയേക്കുവാ. ഫ്ലെക്സിബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. ഐ എം ഡൺ വിത്ത് മൈ ടോക്ക് ഹിയർ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ജീവിതത്തിൻ്റെ അന്ത്യം വരെയും, ലാസ്റ്റിൽ ഫിലിപ്പിനെ കാണുന്നത് പ്രവൃത്തിയിൽ 21 അവിടെ പൗലോസും കൂട്ടുവേലക്കാരും സിസേറിയയിൽ പോയപ്പോൾ ഈ ഫിലിപ്പിൻ്റെ വീട്ടിലാണ് അവരെ സ്വീകരിച്ച് പല ദിവസങ്ങൾ അവിടെ താമസിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തത്. എന്ത് അനുഗ്രഹമാണ്! ജീവിതത്തിൽ എവിടെ താമസിച്ചാലും ദൈവം എവിടെ കൊണ്ടുപോയാലും ഒരു അനുഗ്രഹത്തിൻ്റെ പാത്രമായി തീർന്ന ഫിലിപ്പിനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിർത്തിയത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതവും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വി ആർ ബ്ലെസ്ഡ് ടു ബി എ ബ്ലെസ്സിങ്. ദൈവത്തോട് നമുക്ക് ചോദിക്കാം, ദൈവമേ ഞാൻ എങ്ങനെയാണ് അടുത്തവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നത്? എനിക്ക് ദൈവമേ ഗൈഡ് ചെയ്യണമേ എന്ന് ദൈവത്തോട് ചോദിക്കുവാണെങ്കിൽ the Lord will surely lead us. May the Lord bless these words to our hearts. May His name be glorified.